നമസ്കാരം. കിട്ടിയതൊന്നും മതിയായിട്ടില്ല പാക്കികൾക്ക്. നായയുടെ വാല് പോലെ എത്ര എന്തൊക്കെ ചെയ്താലും നന്നാവാതെ സർവനാശത്തിന് അരയും തലയും മുറുക്കി ഇറങ്ങിയേക്കുന്നവരെ ഇനി ജ്ഞാനോപദേശം കൊണ്ട് നന്നാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി. മിന്നൽ ആക്രമണമാണ് ഇനി മോദി ഉത്തരവിടാൻ പോകുന്നത്. ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള നൌഷേര സെക്ടറിൽ പാകിസ്ഥാൻ ഡ്രോണിനു നേരെ ഇന്ത്യൻ സൈന്യം വെടിയുതിർത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിന്റെ ആവശ്യകത കൂടുതൽ വ്യക്തമാവുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം നടന്നത്. മേഖലയിൽ കൂടുതൽ ഡ്രോണുകൾ കണ്ടെത്തിയതായും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. പ്രദേശത്ത് സൈന്യം കടുത്ത ജാഗ്രതയിലാണ്. ഡ്രോണുകൾ ആയുധങ്ങളോ മയക്കുമരുന്നോ മേഖലയിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് സൈന്യം പരിശോധിച്ചു വരികയാണ്. ഇന്നലെ പാക് അധീന കശ്മീരിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഡ്രോൺ സാംബ സെക്ടറിൽ ആയുധങ്ങൾ നിക്ഷേപിച്ചിരുന്നു. മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ചാണ് സൈന്യം ഡ്രോണുകളെ നേരിട്ടത്. ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് നിരവധി പാക് ഡ്രോണുകളെ ഇന്ത്യ വെടിവെച്ചിരുന്നു. അതിനുശേഷം ഡ്രോണുകളുടെ സാന്നിധ്യം ഗണ്യമായി കുറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് മാത്രം 5 തവണയെങ്കിലും പാക് ഡ്രോണുകളുടെ അതിക്രമിച്ചു കയറൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് അരികെ വീണ്ടും ഉഗ്ര സുരക്ഷാ മുന്നറിയിപ്പ് ഇതോടെ മുഴങ്ങുകയാണ്. നൌഷേര സെക്ടറിൽ ഇന്ത്യൻ സൈന്യം തിരിച്ചറിഞ്ഞ പാക് ഡ്രോണിനെതിരെ വെടിയുതിർക്കുകയും തുടർന്ന് സുരക്ഷാ സേനകൾ വ്യാപകമായ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്ത സംഭവം ഇത് ഒറ്റപ്പെട്ട ഒരു അതിർത്തി ലംഘനം മാത്രമല്ല എന്ന സത്യത്തെ രാജ്യത്തോട് വീണ്ടും തുറന്നു പറയുകയാണ്. നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഡ്രോൺ ആക്രമണങ്ങളും ആയുധങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യപ്പെടുന്നുവെന്ന സംശയങ്ങളും പാകിസ്ഥാൻ പിന്തുടരുന്ന നിഴൽ യുദ്ധത്തിന്റെ തെളിവുകളാണ്. തുറന്ന യുദ്ധത്തിന് ധൈര്യമില്ലാത്തവർ നിഴലുകളിൽ ഒളിച്ച് ഇന്ത്യയുടെ സമാധാനത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുക്കാനുള്ള ദൃഢനിശ്ചയം ഇന്ത്യ വീണ്ടും തെളിയിക്കുവാൻ പോവുകയാണ്. ഇന്ത്യൻ സൈന്യം കാഴ്ചവെച്ച ജാഗ്രതയും പ്രതികരണവും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എത്രമേൽ പ്രാധാന്യം നൽകുന്നുവെന്ന് വ്യക്തമാക്കുന്നു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം സംശയകരമായ ചലനം കണ്ടെത്തിയ നിമിഷം തന്നെ ഇടപെടൽ നടത്തി ഡ്രോണിനെ ലക്ഷ്യമിട്ട നടപടി. ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല എന്ന ദേശീയ നിലപാടിന്റെ പ്രായോഗിക രൂപമാണ്. അതിർത്തി സുരക്ഷ വെറും കാവൽക്കാരുടെ ജോലി മാത്രമല്ല, അതൊരു രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനവും സമർപ്പണവും കൂടിയാണ്. ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ സൈന്യം കാട്ടിയ ധൈര്യവും പ്രൊഫഷണലിസവും ഓരോ ഇന്ത്യക്കാരന്റെയും വിശ്വാസം ശക്തിപ്പെടുത്തും. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള കടന്നുകയറ്റങ്ങൾ പാകിസ്ഥാന്റെ പഴയ തന്ത്രങ്ങളുടെ പുതുക്കിയ പതിപ്പാണ്. മുമ്പ് കടത്തുകാരും ഭീകരരും ഉപയോഗിച്ച വഴികൾ ഇന്ന് സാങ്കേതിക വിദ്യയുടെ മറവിൽ പാകിസ്ഥാൻ തുടരുകയാണ്. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും അതിർത്തി കടത്താനുള്ള ശ്രമങ്ങൾ കശ്മീരിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വീണ്ടും അസ്ഥിരമാക്കാനുള്ള ഗൂഢാലോചനയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ വിഷയത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന നിലപാട് വീണ്ടും ഇതോടെ ഉറപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്താൻ സാങ്കേതിക വിദ്യയും രഹസ്യാന്വേഷണ സംവിധാനങ്ങളും ഏകോപിപ്പിച്ച് ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ ഇന്ന് ഫലം കാണുന്നു. ഡ്രോൺ നിരീക്ഷണ സംവിധാനങ്ങൾ, AI ക്യാമറകൾ, ഇന്റർഗ്രേറ്റഡ് ബോർഡർ മാനേജ്മെന്റ് ഇവയൊക്കെയും മോദി സർക്കാരിന്റെ സുരക്ഷാ ദർശനത്തിന്റെ ഭാഗങ്ങളാണ്. സമാധാനം ശക്തിയിലൂടെ എന്ന നിലപാട് കേവലം വാചകമല്ല, അത് നയമായി നടപ്പിലാക്കപ്പെടുകയാണ് മോദിയുടെ ഇന്ത്യയിൽ. കശ്മീരിൽ സാധാരണ നിലയിലേക്ക് മടങ്ങിയ ജീവിതത്തെ തകർക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങൾ ലോകം തിരിച്ചറിയേണ്ട സമയമാണിത്. ജനാധിപത്യവും വികസനവും വളരുന്ന പ്രദേശത്ത് അസ്ഥിരത വിതയ്ക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം രാജ്യത്തിനുള്ളിലെ പരാജയങ്ങളെ മറയ്ക്കാനുള്ള ശ്രമം മാത്രമാണ്. സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയും നേരിടുന്ന പാകിസ്ഥാൻ ഭീകരതയെ വിദേശ നയത്തിന്റെ ഉപകരണമായി ഉപയോഗിക്കുന്ന തുടരുമ്പോൾ അതിന്റെ വില നൽകുന്നത് അതിർത്തിയിലെ നിരപരാധികളാണ്. എന്നാൽ ഭീകരതയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കില്ല എന്ന ഇന്ത്യയുടെ നിലപാട് ഇന്ന് വ്യക്തമാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെയും സുരക്ഷാ സേനകളുടെയും തിരച്ചിൽ പ്രവർത്തനങ്ങൾ അപകട സാധ്യതകൾ ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്വപരമായ സമീപനമാണ്. ഒരു ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തുക മാത്രമല്ല ഇന്ത്യയുടെ ലക്ഷ്യം. അതിന്റെ പിന്നിലെ ശൃംഖല കണ്ടെത്തുകയും ഭാവിയിലെ ഭീഷണികൾ മുൻകൂട്ടി തടയുകയും ചെയ്യുകയാണ് ലക്ഷ്യം. ഇതിന് ജനങ്ങളുടെ സഹകരണം കൂടി അനിവാര്യമാണ്. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ സേനയോടൊപ്പം നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷ ഒരു കൂട്ടായ പരിശ്രമമായി മാറും. ഇന്ത്യയുടെ ക്ഷമയെ ദൗർബല്യമായി തെറ്റിദ്ധരിക്കരുത് എന്ന പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ട ഒരു സത്യം കൂടി ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നയതന്ത്ര വേദികളിൽ സമാധാനത്തിനായി കൈനീട്ടിയ ഇന്ത്യ ദേശീയ സുരക്ഷയ്ക്ക് നേരെ വെല്ലുവിളി ഉണ്ടായാൽ കൃത്യവും ശക്തവുമായ മറുപടി നൽകുമെന്ന് പല തവണ തെളിയിച്ചിട്ടുണ്ട്. ഈ ശക്തമായ നിലപാട് ലോകം അംഗീകരിക്കുകയും ഇന്ത്യയെ ഉത്തരവാദിത്വമുള്ള ശക്തിയായി കാണുകയും ചെയ്യും. മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ന് ആഗോള വേദിയിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നത് ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കിയതിന്റെ ഫലമാണ്. സമാധാനം സ്വാഭാവികമായി നിലനിൽക്കുന്ന ഒന്നല്ല, അത് കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ജാഗ്രത, സർക്കാരിന്റെ ദൃഢനയം, ജനങ്ങളുടെ ഏകത ഇവ ചേർന്നാൽ ഏത് നിഴൽ യുദ്ധവും പരാജയപ്പെടും. ഇന്ത്യയുടെ അഖണ്ഡതയും സുരക്ഷയും ചോദ്യം ചെയ്യുന്നവർക്ക് മറുപടി നൽകാൻ രാജ്യം ഇന്ന് തയ്യാറാണ്. പാകിസ്ഥാന്റെ ഡ്രോണുകൾ ആകാശത്ത് തകർന്നു വീഴുമ്പോൾ ഇന്ത്യയുടെ ആത്മവിശ്വാസം കൂടുതൽ ഉയരുകയാണ്.